എന്ത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നിങ്ങളുടെ സാധ്യത എത്ര? 1000-1 100-1. സാർ ഇത് എന്ത് ഉദ്ദേശിക്കുന്നത്? ഇതെന്താ സാധനം? ഇതെന്തൊന്നും മനസ്സിലായില്ലേ? ഇല്ലേ, ഒരു വമ്പൻ സാധനമാണ്. ഞാൻ പറഞ്ഞുതരാം സാർ. തൽക്കാലം ഇവിടെ ഓട്ട് നിൽക്കും. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ. പിള്ളേർക്ക് ഒരുപാട് സംശയമുണ്ട്. ഇത് പഠിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? അതുണ്ട്. അതായത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ, അതോ സാധാരണ ഇപ്പൊ ഒരു സെക്രട്ടേറിയറ്റ് എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞാൽ വേക്കൻസി വളരെ കുറവല്ലേ? അപ്പം അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ കോമ്പീറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ സാധ്യത വളരെ കുറവാണ്. അപ്പൊ അതേപോലെ സാധ്യത കുറവാണോ, എത്രത്തോളം സാധ്യതയുണ്ട് പഠിച്ചാൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം സാറേ. സാർ ഓരോന്നോരോന്ന് കേട്ടോ. ഇതാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് 2 നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, 2 നോട്ടിഫിക്കേഷൻ ആയിട്ട് വരിക. അതിൽ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ KSRT ഒക്കെ ഇല്ലേ, KSRTC, അതേപോലെ തന്നെ KSRTC പോലെയുള്ള ചെറിയ ഒരുപാട് ലാഭമൊന്നും പ്രതീക്ഷിക്കാത്ത കുറെ സ്ഥാപനങ്ങളൊക്കെ ഇല്ലേ, ഹെഡ് ലോഡ് വർക്കേഴ്സ്, അതേപോലെ തന്നെയുള്ള കെൽട്രോൺ പോലെയുള്ള കുറെ സ്ഥാപനങ്ങൾ, അവിടോട്ടൊക്കെയാണ് ഇവിടെ കിടപ്പുണ്ട്. കേരള ലാൻഡ് ഡെവലപ്മെന്റ് ബോർഡ്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളിലോട്ട് നടക്കുന്നതാണ് ഒന്നാമത്തത്. ഇതിന്റെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നത് 29/1/2024. അപ്പൊ പുതിയ റാങ്ക് ലിസ്റ്റ് എന്ന് വരണം? 29/1/2027 വരണ്ടേ? കറക്റ്റല്ലേ ഞാൻ പറഞ്ഞു? 3 വർഷമാണല്ലോ. ഓക്കെ, അപ്പൊ 830 അഡ്വൈസുകൾ നിലവിൽ പോയിട്ടുണ്ട്. നിലവിൽ 830 അഡ്വൈസ്. അതായത് ലാസ്റ്റ് അഡ്വൈസ് പോയത് ഈ മാസമാണ്, 12-ാം തീയതിയാണ് ലാസ്റ്റ് അഡ്വൈസ് പോയത്. അപ്പൊ 830 അഡ്വൈസ് നിലവിൽ പോയിട്ടുണ്ട്. നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഒന്ന് നോക്കിയാൽ സാറേ, 2,98,194 പേര് മാത്രമേ ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തുള്ളൂ. ഞാൻ അപ്ലൈ ചെയ്തവരുടെ കണക്കാ പറഞ്ഞേ, പരീക്ഷ എഴുതിയവരുടെ കണക്കല്ല. പിന്നെ ആളുകളുടെ എണ്ണം കുറയും, ശരിയല്ല? സാധാരണ കുറയും. ഇതാണ് ഒന്നാമത്തെ ലിസ്റ്റ്. ഇനി രണ്ടാമത്തെ ലിസ്റ്റ് ഒന്ന് നോക്കിയാൽ ഇതിലാണ് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുക. കാരണം ഇത് ഗ്ലാമറസ് പോസ്റ്റ് ആയിട്ടുള്ള KSFE, KSEB പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഇഷ്ടംപോലെ വേക്കൻസികൾ വരും. കാരണം KSFE സാറിന് അറിയാമല്ലോ, നമ്മുടെ ഈ ബിൽഡിങ്ങിന് താഴെ തന്നെ ചവറ് പോലെ ബ്രാഞ്ചുകൾ വീടിന്റെ അടുത്തൊക്കെ ഇഷ്ടം പോലെ ബ്രാഞ്ച്. അപ്പൊ അതേപോലെ KSEB, ഇതേപോലെ കിഡിലും KMML ഒക്കെ സാലറി എത്രയാണെന്ന് അറിയാം? KMML എന്ന് പറഞ്ഞാൽ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്. ഇവിടെ 50,000 രൂപ വരെ സാലറി കിട്ടും. 50,000 സ്റ്റാർട്ടിങ് 50,000. ഇനി ജനറൽ ഇൻഷുറൻസ് ആണ്ട് 1 കോടി രൂപ ഇൻഷുറൻസ് ഒക്കെ ഉള്ള പടക്കം സാധനമാണ്. ഇനി KSFE ഒക്കെ ആണെങ്കിൽ കത്തി കയറി പ്രൊമോഷൻ കിട്ടും. 6 മാസം കഴിഞ്ഞ് എക്സാം എഴുതാം. സാധാരണ 1 വർഷം കഴിഞ്ഞാൽ എഴുതാൻ പറ്റുള്ളൂ. 6 മാസം കഴിഞ്ഞ് എക്സാം എഴുതാം. അപ്പൊ അത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ്. ഈ പോസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നത് 13/3/2024 എന്ന് പറഞ്ഞാൽ അടുത്ത റാങ്ക് ലിസ്റ്റ് വരേണ്ടത് 13/3/2027. കറക്റ്റ് അല്ലേ? നിലവിലത്തെ നോക്കി 1.5 വർഷം കഴിഞ്ഞുള്ളേ. 1.5 വർഷം, മറ്റേത് 1.5 വർഷം, ഇത് 1.5 വർഷം. 1653 അഡ്വൈസേ പോയിട്ടുള്ളൂ. 1653 അഡ്വൈസ് പോയിട്ടുണ്ട്. അത്രേ പോയിട്ടുള്ളൂ. ഞാൻ പറയാൻ വന്ന ഇതിന്റെ കാര്യമാണ്. നമ്പർ ഓഫ് ആപ്ലിക്കൻസ് നോക്കി 3,71,910. ഓക്കെ, നമുക്കൊരു ആവറേജ് എന്നുള്ള നിലയ്ക്ക് 4 ലക്ഷം എന്ന് കണക്കാക്കാം. കാരണം സെക്രട്ടറി അസിസ്റ്റന്റ് ഒക്കെ പരീക്ഷയ്ക്ക് 3,95,000 പേരാണ് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തത്. അപ്പൊ ഏതാണ് 4 ലക്ഷം പേര്. വീണ്ടും ഞാൻ പറയുന്നു, അപ്ലൈ ചെയ്തവരുടെ കണക്കാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. സാറ് കണക്കിൽ പുലിയാണ്. അപ്പൊ ഞാൻ വേറൊരു കണക്ക് പറഞ്ഞു തരട്ടെ സാർ. സാർ ഒന്ന് നോക്കിക്കോണേ. ഇത് നോക്കി, ടോട്ടൽ ആപ്ലിക്കൻസിനെ ഞാൻ 4 ലക്ഷം എടുത്തു. ടോട്ടൽ വേക്കൻസീസ് ഞാനൊരു 4,000 ആയിട്ട് കണക്കാക്കി. അതിന്റെ കാര്യം ഇതാണ് സാറേ. അതായത് ഇപ്പൊ തന്നെ ഏതാണ്ട് 2,600 അഡ്വൈസ് 2ലും കൂടെ പോയിട്ടുണ്ട് നിലവിൽ മാത്രം. ഇനി ഏതാണ്ട് 1.5 വർഷത്തിനടുത്ത് സമയം ഈ റാങ്ക് ലിസ്റ്റിനുണ്ട്. അപ്പൊ ഇതെന്ത് ചെയ്യും? ഒരു 4,000-ലോട്ട് എത്തും. അത്രയും അഡ്വൈസുകൾ പോകും. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നിങ്ങളുടെ സാധ്യത എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 4,000 അഡ്വൈസ് പോയി, 4 ലക്ഷം ആപ്ലിക്കൻസ് ഉണ്ട്. ഞാൻ ഈ 3 പൂജ്യത്തെ വെട്ടി, ഇവിടെ ഒരു 3 പൂജ്യം വെട്ടിക്കളഞ്ഞു. പിന്നെ 4/400 എന്നാണ് വന്നത്. ഈ 4/400-നെ 4 കൊണ്ട് വെട്ടി, ഇവിടെ 1 വന്നു, ഇവിടെ 100 വന്നു. എന്ന് പറഞ്ഞാൽ ഒരു വേക്കൻസിക്ക് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്നവരുടെ എണ്ണം എത്രയാണ്? 100 ആണ്. വെറും 100. ഒരു വേക്കൻസിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നവരിൽ 100 പേരാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ വേറെ കണക്ക് കാണിച്ചു തരാം സാറേ. സെക്രട്ടറി എത്ര അഡ്വൈസ്? സെക്രട്ടറി ഇത്ര എന്തായാലും പോവില്ല. അതായത് നമുക്കൊരു മാക്സിമം പോയ 1000 എന്ന് എടുക്കാം. 1000 ഒന്നും പോകത്തില്ല, 600 അഡ്വൈസ് ഒക്കെ പോകുള്ളൂ. ഞാൻ 1000 എന്ന് എടുക്കാണ്. സെക്രട്ടേറിയറ്റിനെ മാനിക്കാവുന്നതിന്റെ പരമാവധി ഞാൻ മാനിച്ചിട്ടുണ്ട്. ഓക്കെ, 1000 അഡ്വൈസ് പോവാണേ. ഇതിലും 4 ലക്ഷം പേര് അപ്ലൈ ചെയ്യുമല്ലോ. 4 ലക്ഷം പേര് അപ്ലൈ ചെയ്യും. അപ്പൊ ഞാൻ 4 ലക്ഷം എന്ന് എഴുതി. ഇവിടുത്തെ 3 പൂജ്യം കളഞ്ഞു, ഇവിടുത്തെ 3 പൂജ്യം കളഞ്ഞു. അതായത് ഒരു വേക്കൻസിക്ക് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്നവരുടെ എണ്ണം 400. ഇനി 1000 ഒന്നും പോത്തില്ല, 600 പോവുള്ളൂ. അപ്പൊ ഇത് എന്ത് ചെയ്യും? ഒരു 800-ലേക്കൊക്കെ കൂടാം. അപ്പൊ ഒരു വേക്കൻസിക്ക് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്നവർ എത്രയാണ്? അവിടെ 800 പേര്. ഇവിടെ നോക്കി, സാധ്യത എത്രയാണ്? 8 ഇരട്ടിയായിട്ട് കൂടി. എന്ന് പറഞ്ഞാൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് പഠിക്കുന്ന ഒരു കുട്ടിക്ക്
100 പേരോട് മാത്രം ഒരു വേക്കൻസിക്ക് വേണ്ടി കോമ്പീറ്റ് ചെയ്താൽ മതി. കോമ്പറ്റീഷൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. ഇനി ഈ 100 പേരിൽ സാറിന് അറിയാലോ നമ്മുടെ ഒരു നിലവാരം വെച്ചിട്ട് എത്ര പേര് പോയി പരീക്ഷ എഴുതും? 100 പേര് എന്തായാലും പോയി പരീക്ഷ എഴുത്തില്ല. അതായത് ഇത് പ്രിലിംസ് പരീക്ഷയ്ക്കാണ്. പിന്നീട് മെയിൻസ് വരുമ്പോഴത്തേക്ക് 30,000 പേരൊക്കെ ആയിട്ട് അങ്ങ് ചുരുങ്ങും. ഈ 30,000-ൽ തന്നെ വളരെ കുറച്ച് ആളുകളെ പോയിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, മെയിൻസ് പരീക്ഷ എഴുതത്തുള്ളൂ. അപ്പം കോമ്പറ്റീഷൻ കുറഞ്ഞ് ഏതാണ്ട് 50-ൽ ഒരാൾക്ക് ജോലി എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലോട്ടൊക്കെ എത്തും. ഞാൻ ഈ കണക്ക് എക്സാഗുറേറ്റ് ചെയ്ത് പറയുന്നില്ല, പോട്ടെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്, ഓർമ്മിപ്പിച്ചതാണ്. 50-ൽ ഒരാൾക്ക് എന്ന് പറയുന്ന ജോലിയിലേക്ക് വരും. നമുക്ക് എവിടെ സ്റ്റിക്ക് ഓൺ ചെയ്താൽ മതി, 100-ൽ ഒരാൾക്ക് ജോലി. അപ്പൊ ഇത്രയും സാധ്യതയുള്ള ഒരു പോസ്റ്റ്. ഇനി ഇത് വിട്ട് കളഞ്ഞാൽ, അതായത് ഈ കമ്പനി ബോർഡസിന് വേണ്ടി നന്നായിട്ട് പഠിക്കുന്നില്ല, അങ്ങനാണെങ്കിൽ സാറൊന്ന് ആലോചിച്ച് നോക്കി, എപ്പോഴായിരിക്കും ഇനി ഒരു കുട്ടിക്ക് ജോലി കിട്ടാൻ പോകുന്നത്? അതായത് ഇനി ഒരു വേക്കൻസി, അതായത് ഇനി ഒരു നോട്ടിഫിക്കേഷൻ കമ്പനി ബോർഡിൽ വരണമെങ്കിൽ ഇത് 2025 വന്നു, ഇനി 2027-ലോ 28-ലോ എന്ത് ചെയ്യത്തുള്ളൂ, പുതിയ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. 27-ലോ 28-ലോ പുതിയ നോട്ടിഫിക്കേഷൻ. അത് കഴിഞ്ഞ് അതിന്റെ റാങ്ക് ലിസ്റ്റ് 30-ലേ വരുള്ളൂ, 2030 എന്ന് പറഞ്ഞാൽ 5 വർഷം. ഇനി ഒരു 5 വർഷം കാത്തിരുന്നാലേ പുതിയൊരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ ഒരു കുട്ടിക്ക് പറ്റത്തുള്ളൂ. അപ്പൊ ഈ അവസരം കളയാൻ പറ്റുമോ? ഇത്രയും വേക്കൻസി ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഓരോ വർഷം കഴിയുന്നതോറും വേക്കൻസി കുറഞ്ഞു. അപ്പൊ ഇത്രയും വേക്കൻസി അവിടെ അന്ന് കാണുമെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ ഒരു കുട്ടി പഠിക്കേണ്ട ഏറ്റവും ബെസ്റ്റ് ടൈം, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പഠിക്കേണ്ട ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് അത് ഈ സമയമാണ് സാറേ. അതുകൊണ്ട് നമ്മുടെ ഒരു കിട്ടിലൻ ബാച്ച്, അതായത് ഡിഗ്രി ലെവലിലെ സ്ക്വാഡ് ബാച്ച് മക്കളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിജയ് സാറാണ് അവിടെ മാത്സ് ഒക്കെ എടുക്കുന്ന നല്ല കുപ്പുലി സാറാണ്, മാത്സിൽ കിട്ടിലൻ ആയിട്ടുള്ള സാറാണ്, നിർത്തി പൊക്കുമല്ല, എന്നാലും അടിപൊളിയായിട്ട് മാത്സ് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം നമ്മുടെ യൂട്യൂബ് ഇന്നലെ ഒരു മാരത്തോൺ ഉണ്ടായിരുന്നു, മാരത്തോണി സാർ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ട് സാറേ, ഇതിന്റെ പേര് സ്ക്വാഡ് ബാച്ച് എന്നാണ്. ഇത് പ്രിലിംസ് പ്ലസ് മെയിൻസ് ബാച്ചാണ്. എന്ന് പറഞ്ഞാൽ ഇത് പ്രിലിംസിന് വേണ്ടി മാത്രമുള്ള ബാച്ചാണോ? അല്ല. പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസ് ഉള്ള ഗൈഡൻസ് കിട്ടും. ആ മെയിൻസും പോരാഞ്ഞിട്ട് ഇനി ഇതിന് ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ആ ഇന്റർവ്യൂ വരെ ഗൈഡൻസ് അവിടെ കിട്ടും. അത് ഈ ഒരു ബാച്ച് കിട്ടും. ഇനിയും വേറൊരു പ്രത്യേകതയുണ്ട്, ഇത് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി മാത്രമുള്ള ബാച്ചല്ല. ഇത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് ഉപയോഗിക്കാം, എക്സൈസ് ഇൻസ്പെക്ടറിന് ഉപയോഗിക്കാം, SBCIDക്ക് ഉപയോഗിക്കാം, സബ് ഇൻസ്പെക്ടറിന് ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ ഒരു വെടിക്ക് 5 പക്ഷി. ഇനി അപ്പൊ കുട്ടി ആലോചിക്കും, ഇതിനൊക്കെ സ്പെഷ്യൽ ടോപ്പിക് വരുവാണെങ്കിലും മെയിൻസ് വരുമ്പോൾ 2 പേപ്പറൊക്കെ ആവും. അപ്പൊ എന്ത് ചെയ്യും? അതും ഇതേ ബാച്ച് തന്നെ കിട്ടും. ഈ ഒരൊറ്റ ഫീസിൽ പഠിക്കുകയാണെങ്കിൽ ഈ പറയുന്ന 5 പരീക്ഷയുടെയും ഏതൊക്കെ സ്പെഷ്യൽ ടോപ്പിക് വന്നാലും അതെല്ലാം എവിടെ തന്നെ കാണും? ഈ ഒരൊറ്റ ബാച്ചിൽ പല ഫോൾഡറുകളിലായിട്ട് ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റും. നമ്മുടെ നോട്ട്സ് ഒക്കെ കുട്ടികൾ ടെലഗ്രാമിൽ കാണുന്ന സാറേ കിട്ടില്ല നോട്ട്സ് ആണ്. നമ്മുടെ ഒരു റിസർച്ച് ടീമിന്റെ ഭയങ്കരമായിട്ടുള്ള റിസർച്ചിന്റെ പുറത്താണ് ഒരു നോട്ട് പുറത്ത്. അപ്പൊ നോട്ട് കിട്ടില്ലനാണ്, നമ്മുടെ ക്ലാസ്സുകൾ കിട്ടില്ലനാണ്. അതേപോലെ തന്നെ ഇവർക്ക് വേറൊരു പ്രത്യേകത നമ്മൾ കൊടുക്കുന്നുണ്ട്, മെന്റർ സപ്പോർട്ട്. ഇവർക്ക് വേണ്ടി ഇമ്പോർട്ടന്റ് ആണ് സാർ. കാരണം സാർ ഒന്ന് ആലോചിക്കുക, ഒരു പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഒരു കുട്ടി അവൻ എന്തുമാത്രം മാനസിക ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരാൾക്ക് എന്ത് വേണ്ടി വരും? മെന്റർ സപ്പോർട്ട് വേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു 3-4 ദിവസം കൂടുമ്പോൾ ഗൂഗിൾ മീറ്റിലൂടെ ഒരു മെന്റർ ഇവരോട് സംസാരിക്കും. ഓക്കെ, ഗൂഗിൾ മീറ്റിലൂടെ ഒരു മെന്റർ സംസാരിക്കും. അപ്പോൾ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ മെന്റർ കേൾക്കും. അതിനനുസരിച്ചുള്ള റെക്ടിഫിക്കേഷൻ ഇവർക്ക് നമ്മൾ ബാച്ചുകളിലൂടെ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇനി ഒരു കുട്ടിക്ക് പേഴ്സണലി എന്തെങ്കിലും പ്രശ്നമുണ്ട്, വിളിച്ചു ചോദിക്കണം, അവർക്ക് വിളിച്ചു ചോദിക്കാം. ഈ മെന്ററിന്റെ നമ്പർ അവരുടെ കാണും. ഇനി ഇത് പോരാഞ്ഞിട്ട് എല്ലാ മൺഡേയിലും വൈകുന്നേരം 6 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ അമൽ സാറിന്റെ നേതൃത്വത്തിൽ ഞാനോ അമൽ സാറോ വിജയ് സാറോ നമ്മളൊക്കെ കയറി എന്ത് ചെയ്യും? കുട്ടികളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി, അതായത് അവരുടെ മാനസിക ബുദ്ധിമുട്ടുകൾ തീർക്കാൻ വേണ്ടി ഒരു മെന്റർ സപ്പോർട്ട് കൊടുക്കും. ഇത്രയും കിട്ടില്ലനായിട്ടൊരു ബാച്ചിനെ കൊണ്ടുപോകാൻ പറ്റും. ഇതും പോരാഞ്ഞിട്ട് പരമാവധി ടെസ്റ്റുകൾ, ഓരോ ടോപ്പിക് കഴിയുന്തോറും അതിന് ടോപ്പിക് എക്സാമുകളുണ്ട്, ലൈവായിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനുകളുണ്ട്. ഇതും പോരാഞ്ഞിട്ട് ഒരു ഫുൾ ലെങ്ത് ടെസ്റ്റ് ആഴ്ച ചെയ്യും. ഇനിയും ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ടെസ്റ്റ് സീരീസ് ഫ്രീ ആണ്. അതായത് പരീക്ഷ എടുക്കുമ്പോഴത്തേക്കും ടെസ്റ്റ് സീരീസ് ചെയ്ത് നോക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. 1500 രൂപ വരുന്ന ടെസ്റ്റ് പാക്ക് ഇവർക്ക് എക്സാം ടൈം ആകുമ്പോൾ ഫ്രീ ആയിരിക്കും. 20 ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ഉൾപ്പെടെ കറണ്ട് അഫയർ ടെസ്റ്റ് ഉൾപ്പെടെ ഇവർക്ക് എന്ത് ചെയ്യും? ഈ ഒരു ടെസ്റ്റ് പാക്ക് കിട്ടും. സാർ ഇത്രയും അടങ്ങുന്നതാണ് നമ്മുടെ പാക്കേജ്. ഇനി ഇവർക്ക് ഇപ്പം വേണമെങ്കിൽ നമുക്കൊരു ഓഫർ കൂടെ കൊടുക്കാം. എത്ര ഓഫർ കൊടുക്കാം സാറേ? ഇത്രയും സാധനം കൊടുത്തിട്ട് ഇനി സാർ ഓഫർ എത്ര കൊടുക്കാൻ പറ്റും സാർ? നമുക്കൊരു 10% ഓഫും കൂടെ കൊടുത്തേക്കാം. കുട്ടികൾ പഠിക്കട്ടെ. പ്രീ ബുക്കിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു 10% ഓഫർ കൊടുത്തേക്കാം. അപ്പൊ മക്കളെ, ഇതാണ് നമ്മുടെ കിഡിലൻ ഓഫർ. ഈ ഒരു അവസരം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം നിങ്ങൾ മിസ് ചെയ്താൽ ഇനി ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങൾ കയറണമെങ്കിൽ 5 വർഷം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. 2030 വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് കിഡിലനായിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോ. സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഞങ്ങൾ എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂടെ കാണും.
അപ്പൊ മറക്കണ്ട, 18-ാം തീയതിയാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ പ്രീ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഇനി പ്രീ ബുക്കിംഗിന് വെറും 2 ദിവസം കൂടെ ഉള്ളൂ. നമ്മുടെ ബാച്ചിൽ 250 സ്റ്റുഡൻസിനെ മാത്രമേ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യൂ. അപ്പൊ പെട്ടെന്ന് ജോയിൻ ചെയ്തോളാം. 10% ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരെ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആപ്പിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ബാച്ച് എടുക്കുക. ബാച്ചിൽ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാനായിട്ട് ഓപ്ഷൻ കാണും. അവിടെ എന്ത് ചെയ്യുക, അവിടെ തന്നെ വരുന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക, പർച്ചേസ് ചെയ്യാം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് മക്കളെ, ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോടാ. ആ സംശയം നിങ്ങൾക്ക് അവിടെ തീർക്കാനായിട്ട് പറ്റും. ഇനിയും അതും കൂടാഞ്ഞിട്ട് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാനായിട്ട് 8281223366 ഈ നമ്പറിലോട്ട് വിളിച്ചോടാ. സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? സാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കിക്കൊണ്ട് എനിക്കൂടെ എന്തെങ്കിലും പറയാൻ ഒരു അവസരം. അല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു ബാച്ചിൽ ഇത്രയും കാര്യങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല. സാറ് പറഞ്ഞ പോലെ അവസരങ്ങൾ എപ്പോഴും തേടി വരില്ല. ഇപ്പൊ മിസ് ചെയ്താൽ നാളെ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. കാരണം വർഷം കൂടുന്തോറും കേൾക്കുന്ന അവഗണനയുടെ എണ്ണവും അനുഭവിക്കുന്ന കഷ്ടപ്പാടിന്റെ എണ്ണവും കൂടും. ഇപ്പൊ തീരുമാനം എടുക്കുക. അതുകൊണ്ട് സാറ് പറഞ്ഞ പോലെ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കാരം ഏറ്റവും അടിപൊളിയായിട്ട് ഏറ്റവും മനോഹരമായിട്ട് സ്ക്വാഡിലൂടെ നേടാം.